ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ആന്ധ്ര സ്റ്റൈലിലെ ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അതെന്ത് കറിയാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ വഴുതനങ്ങ കറിയാണ് കേട്ടോ. അതിന് ഇവിടെ അവർ പറയുന്ന ഗുത്തിവെങ്ക എന്നാണ് കേട്ടോ. അതിൻ്റെ ഒരു റെസിപ്പി കേട്ടോ. അതിന് വേണ്ടുന്ന ഐറ്റംസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വഴുതനങ്ങ, കപ്പലണ്ടി, പിന്നെ നമ്മുടെ തേങ്ങ എന്ന് പറയുമ്പോൾ നല്ല പച്ചത്തേങ്ങയല്ല കേട്ടോ, ഒരുവിധം കൊപ്ര മോഡല്ല അങ്ങനത്തെ തേങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമുക്ക് ഒരു തക്കാളി വേണം, പിന്നെ ഒരു സവോള വേണം, പിന്നെ ഒരു 6-7 ഗ്രാമ്പൂ, ഒരു കറുവപ്പട്ടയുടെ പകുതി. മെയിനായിട്ട് വേണ്ടുന്നത് നമുക്ക് മല്ലിയിലയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണം. അത് നമ്മൾ നന്നായിട്ട് മല്ലിയില എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഈ ചെറിയ ചെട്ടിയമ്മലയും ചെറിയ പ്രാണികളൊക്കെ ഇരിക്കുന്നത്, അതുകൊണ്ട് നന്നായിട്ട് അത് വാഷ് ചെയ്ത് വേണം അത് എടുക്കാനായിട്ട്. ഇതെല്ലാം കൂടെ നമ്മൾ നേരെ മിക്സിയുടെ ചെറിയൊരു ജാറിലിട്ട് നന്നായിട്ട് അരച്ച് ഒരു കുഴമ്പ് പരുവത്തിൽ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന നമ്മൾ മസാലകൾ ആഡ് ചെയ്യുകയാണ്. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ മുളക് പൊടി ഒരു 2 സ്പൂൺ. ഇത് വീണ്ടും നമ്മൾ ഒന്നുകൂടെ മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്ത് ഇതാണ് ഇതിൻ്റെ മസാല എന്ന് പറയുന്നത്. നമ്മളത് നേരെ ഇനി മാറ്റി വെക്കുക. അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് വഴുതനങ്ങ എടുത്തിട്ട്, നമുക്കറിയാമല്ലോ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ്. ഒരുപാട് കാണുന്നൊരു സാധനമാണ്. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് അത് നടുകെ 4ആയിട്ട് കീറിയിട്ട് അകത്ത് നന്നായിട്ട് നമ്മൾ വിടർത്തി നോക്കണം. പുഴുവില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അത് നമ്മൾ നമ്മുടെ ഉപ്പുവെള്ളത്തിൽ ഒരു 5 മിനിറ്റോളം നമ്മളിടണം. അതിന് ശേഷം കണ്ടോ, ഇങ്ങനെ നമ്മൾ വിടർത്തി നോക്കുമ്പോൾ തന്നെ അതിനകത്ത് ഈ പുഴുവോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. 5 മിനിറ്റ് നേരം ഉപ്പുവെള്ളത്തിലിടുക. അതിന് ശേഷം നമ്മൾ വറപിടിപ്പിക്കാനുള്ള ഐറ്റംസ് എടുക്കുക. ചുമന്ന മുളക്, കറിവേപ്പില, ഉള്ളി. ഇവിടെ ഉള്ളി കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തിരിക്കുന്നത്. നല്ല ജീരകം 1 സ്പൂണ്. ഇത്രയും സാധനങ്ങൾ ചട്ടി വെച്ച് എണ്ണ ചൂടായതിന് ശേഷം, സാധാരണ നമ്മുടെ നാട്ടിൽ കടുക് ആദ്യം ഇടും, ഇവർ ലാസ്റ്റാണ് കേട്ടോ കടുക് ഇടുന്നത്. ഫസ്റ്റ് തന്നെ ഇവർ നമ്മുടെ ഉള്ളിയാണ് ഇവർ ആദ്യം ഇടുന്നത്. അതിട്ട് അതിന് ശേഷം പട്ടൽമുളക് ഇട്ട് കറിവേപ്പില ഇട്ട് ലാസ്റ്റ് അവർ നല്ല ജീരകവും കടുകും കൂടി ഇടും. അത് നന്നായിട്ട് ഒരു ബ്രൗൺ കളറാകുന്നിടം വരെ വഴറ്റണം. നല്ല ബ്രൗൺ കളറായതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനകത്തോട്ട് വേറെ എന്തോ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം അതിൻ്റെ ഒരു വറ പിടിപ്പിച്ച് അതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് നല്ല ഒരു ബ്രൗൺ കളർ. ഈ സവോളയെല്ലാം നല്ല ബ്രൗൺ കളറാണ്. നമ്മൾ ഒരു അത്യാവശ്യം നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് നമ്മൾ കരിഞ്ഞു പോകും. കണ്ടോ, ഏകദേശം ഈ പരുവാകുമ്പോഴത്തേക്കിന് നമ്മുടെ മസാല എടുക്കുക. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മസാലയും ബ്രിഞ്ചലും എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഉപ്പ് വെള്ളത്തിലിട്ടിരിക്കുന്ന ബ്രിഞ്ചൽ എല്ലാം നമ്മൾ എടുത്ത് ജസ്റ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഓരോ ബ്രിഞ്ചലും എടുത്ത് അതിനുള്ളിലേക്ക് 4ആയിട്ട് കീറിയതില്ലേ, നമ്മൾ കീറിയത് 4ആയിട്ട് കീറിയതിനകത്തേക്ക് ഉള്ളിലേക്ക് മാക്സിമം നമ്മൾ മസാല ഫില്ല് ചെയ്യുകയാണ്. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് നേരെ നമ്മൾ ഈ വറപിടിപ്പിച്ച് അതിനകത്തോട്ട് ഈ ബ്രിഞ്ചലിടുക. മാക്സിമം മസാല നമ്മൾ യൂസ് ചെയ്യണം അതിനകത്തോട്ട്. അതിനാണ് ഈ 4 വശത്തേക്കും നമ്മൾ അടത്തി തന്നെ നല്ല രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്തിരിക്കണം.
അതിന് ശേഷം വരുന്ന ലാസ്റ്റ് ഇതെല്ലാം നമ്മൾ എല്ലാ ബ്രിഞ്ചറിലും മസാല ഫില്ല് ചെയ്തതിന് ശേഷം വരുന്ന നമ്മുടെ മസാല ഉണ്ടല്ലോ അത് ഫുള്ള് ഈ കറിയുടെ മുകളിലേക്ക് തന്നെ അതുപോലെ തന്നെ നമ്മൾ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഒരു സൈഡിലേക്ക് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി അതൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ജാറിൽ ബാലൻസ് ഇരിക്കുന്ന മസാലകളിലെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച്, വെള്ളം മീൻസ് നമ്മുടെ ഈ ബ്രിഞ്ചൽ വേകാനുള്ള വെള്ളം മാത്രമാണ് നമ്മൾ ഈ കറിക്ക് എടുക്കാവുള്ളൂ. അതുകൊണ്ട് ആ ജാറ് കഴുകി നമ്മൾ ആ വെള്ളമാണ് ഇതിനകത്തോട്ട് ഒഴിക്കുന്നത്. ആ വെള്ളത്തിൽ കിടന്നാണ് നമ്മുടെ ഈ ബ്രിഞ്ചൽ വേകുന്നത്. അത്യാവശ്യം കുറുകിയിരിക്കുന്ന ഒരു കറിയാണിത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഉണ്ടാകാൻ പാടില്ല. അത്യാവശ്യം കുറുകി നമ്മൾ ചപ്പാത്തി, ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇവിടെയുള്ള ഒരു പൊങ്കലിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു കറിയാണിത്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇപ്പം തന്നെ ഏകദേശം ഒരു നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ബ്രിഞ്ചൽ നമ്മുടെ വഴുതനങ്ങ നല്ല വെന്ത് വരുമ്പോഴത്തേക്കിനും നല്ല തൊട്ടാൽ നല്ല സ്പോഞ്ച് പരുവത്തിലാകുന്നത് വരെ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ വേവ്. ആ പരുവം വരെ നമ്മളിങ്ങനെ തിളപ്പിക്കണം. അപ്പോൾ ആ കറി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റൊരടുപ്പിൽ കപ്പലണ്ടി ചൂടാക്കണം. കപ്പലണ്ടി ഈ പരുവം വരെ നല്ല പോലെ തന്നെ ചൂടാക്കിയിട്ട് അതൊരു ചെറിയ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുക. പൊടിച്ചെന്ന് പറയുമ്പം ഒരു ചെറിയ തരി ഉണ്ടാവും എത്ര പൊടിച്ചാലും അത് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ആ കപ്പലണ്ടി വറുത്തതും കൂടെ ചേർക്കുക. അത് ബ്രിഞ്ചൽ വെന്തതിന് ശേഷമാണ് കേട്ടോ ചേർത്ത്. പിന്നെ നമ്മൾ ഒരുപാട് സമയം ഇത് കുക്ക് ചെയ്യാൻ പാടില്ല. കപ്പലണ്ടി ചേർത്ത് കഴിഞ്ഞാൽ മാക്സിമം 3 മിനിറ്റേ നമ്മൾ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് എല്ലായിടവും പെട്ടെന്ന് യോജിപ്പിച്ചതിന് ശേഷം മാക്സിമം 3 മിനിറ്റോട് കൂടി തന്നെ നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യുക. പിന്നെ ആ ചൂടിലിരുന്ന് മാത്രം അത് സെറ്റായിക്കോളും. അങ്ങനെയാണ്. പിന്നീട് നമ്മൾ അടുപ്പിൽ വെച്ച് വേവിക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ ഇവിടെ പറയുന്ന പേര് ഗുദ്ദി വെങ്കായ എന്നാണ് ഇതിന്, ബ്രിഞ്ചൽ കറി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ കറിയാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും എന്നെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടാവണം. എല്ലാവരും ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കറി റെഡി. ഓക്കെ, ബൈ.